പിന്നെ ഗുരുജി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവതിനായിട്ടാണ് റിലേറ്റ് ചെയ്യുക. മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവതിയാണെന്ന് പറയും. ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മായ ഉണ്ടാവില്ല എന്നൊക്കെ പറയണ കേൾക്കാം. അതില് എന്താണ് ഗുരുജിന്റെ അഭിപ്രായം? അത് നമ്മള് മായ പ്രപഞ്ചമാണ്. അങ്ങനെയാണ് ഈ മായ പ്രപഞ്ചം എന്ന് പറയും. ഇത് മായ, ഈ നിങ്ങള് മായ, ഞാൻ മായ. ഇവിടെ ഏതാ സ്കില്ലായിട്ടുള്ള ആ തലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാം മായയാ. ഭൂമി മായ, ഇതൂല്ല ഉണ്ടോ? എപ്പോഴും നശിക്കാം ഇല്ലേ? പ്ലാനറ്റ്സ് ബ്രേക്ക് ചെയ്തുകൊണ്ടല്ലേ. അപ്പൊ ഒന്നും ശാസ്ത്രത്തില്ല, എല്ലാം മായയാ. ഒന്നുമില്ല. ആകെ അൾട്ടിമേറ്റ് തിങ് കോസ്മിക്, പരമാത്മ പരബ്രഹ്മം. ഇത് മാത്രമുള്ള സ്റ്റാറ്റിക് ആയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഒരു അംശം കിട്ടിയത് തിരിച്ച് നമ്മളെ അംശത്തിലേക്ക് പോയി മെർജ് ചെയ്യും. ദാറ്റ്സ് ഓൾ. വേറെ ലോകത്തൊന്നുമില്ല, എല്ലാം മായയാ. നിങ്ങൾ എന്ത് ഈ 5 സെൻസ് കൊണ്ട് കാണുന്നത് എല്ലാം മായയാ, അനുഭവിക്കുന്നത് എല്ലാം മായയാ. 5 സെൻസ്. പക്ഷെ ഇവിടുത്തെ 6 സെൻസ് ഓപ്പൺ ആയാൽ കിട്ടുന്ന എല്ലാം റിയാലിറ്റി. അപ്പൊ അത് ഓപ്പൺ ആവും. അല്ലാതെ ഈ 5 സെൻസ് കൊണ്ട് അനുഭവിക്കുന്ന എല്ലാം മായയാ, ഒന്നുമില്ല റിയലായിട്ട്, എല്ലാം മായ. അത് നിങ്ങൾ ഇവിടെ ഹയർ ലെവലിൽ എത്തുമ്പോഴാണ് ഇത് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് തോന്നും ഇതെല്ലാം ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ മായയാണ് ഇങ്ങനെയാ. ഒരു ഫിസിക്കൽ ബോഡിയുള്ള ഒരാളല്ലേ, ഫിസിക്കൽ ബോഡിയുള്ള ഒരാളെ മായാണെന്ന്. ആക്ച്വലി നിങ്ങൾ മായ. നിങ്ങൾ ഡ്രസ്സ് ഊരി കളഞ്ഞ് പുതിയ ഡ്രസ്സ് ഇടുന്ന മാതിരിയാണ് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് അല്ലേ? സെക്കൻഡ് ചോറ് വെറുതെ കഴിഞ്ഞില്ലേ? ബോഡി കഴിഞ്ഞില്ലേ? അടുത്ത ബോഡി എടുക്കാല്ലേ? ഡ്രസ് ഇടുന്ന മാതിരിയാണ്. ഡ്രസ് ഒരു കാര്യം പുതിയ ഡ്രസ് ഇടുന്ന മാതിരി. എത്രയോ